സൈബർ ഇടങ്ങളിൽ സംഘടിതമായി CPM-ന്റെ ആളുകൾ വൈഷ്ണയെ വലിയ രീതിയിലേക്ക് സൈബർ ബുള്ളിങ് നടത്തുന്നുണ്ട്. ഒരു യുവ സ്ഥാനാർത്ഥി KSUകാരി എന്ന നിലയിൽ തന്നെയാണ് വൈഷ്ണയെ അവതരിപ്പിച്ചിരുന്നത്. കോടതിയിൽ നിന്ന് ഇപ്പോൾ അനുകൂല നിലപാടുണ്ടായിരിക്കും. എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കോടതിയുടെ പരാമർശങ്ങളെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം വൈഷ്ണ കേവലം 24 വയസ്സ് മാത്രമുള്ള KSUവിൻ്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റിനെ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 40 വർഷക്കാലമായി ഭരണമില്ലാത്തൊരു കോർപ്പറേഷനിൽ ഞങ്ങൾ പോരാട്ടത്തിന് ഇറക്കുമ്പോൾ അത് ഞങ്ങൾ വലിയ യുവാക്കൾക്ക് ഈ പാർട്ടി കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ പ്രാതിനിധ്യം, KSUവിന് ഈ പാർട്ടി കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അതുപോലെ തന്നെ വളരെ പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് വൈഷ്ണ എന്ന് പറയുന്നത്. അത് ഈ പഠനത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം, അതിനോടൊപ്പം തന്നെ തൊഴിൽ, അതിനോട് കുടുംബപരമായ കാര്യങ്ങൾ, എല്ലാത്തിനെയും മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കാൻഡിഡേറ്റാണ് വൈഷ്ണ എന്ന് പറയുന്നത്. അപ്പോൾ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ മുതൽ തന്നെ ഇടതുപക്ഷം വലിയ രീതിയിൽ ഭയപ്പെട്ടിരിക്കുകയാണ്. കാരണം 40 വർഷക്കാലമായി അവർ ഭരണം നടത്തുന്ന ഒരു കോർപ്പറേഷനിൽ അവർക്ക് യാതൊരു രീതിയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളെ പറ്റിയും അവർക്ക് സംസാരിക്കാനില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മാനസികമായി സ്ഥാനാർത്ഥിയെ തളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരി പുതിയതായി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്നതിന് പകരം എങ്ങനെ മാനസികമായി തളർത്താൻ സാധിക്കും, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആണ് CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അത് വിലപ്പോകില്ല എന്ന് കോടതിയുടെ ഈ നിരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിധി വരുമ്പോൾ അത് നമുക്ക് അനുകൂലമായി തന്നെ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലാകമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് UDF-ന് ഒരു വലിയ മുന്നേറ്റം, വലിയൊരു മേൽക്കൈ നൽകിയിട്ടുണ്ടെന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷം കാലാകാലങ്ങളായി നടത്തി വരുന്ന ഇത്തരത്തിലുള്ള ഒരു പൊറാട്ട് നാടകങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ആളുകളുടെ ഇടയിൽ വലിയ രീതിയിലേക്കുള്ള പുകമറ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊന്നും എല്ലാം കേരളീയ പൊതുസമൂഹം പുച്ഛിച്ചു തള്ളും എന്ന് നമുക്ക് വരും നാളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം വന്ന ഘട്ടം മുതൽ തന്നെ വലിയ രീതിയിൽ ഭയചകിതരായി CPM എങ്ങനെയെങ്കിലും മാനസികമായി വൈഷ്ണയെ തളർത്തുക എന്ന ശ്രമമായി നടത്തി മുന്നോട്ട് പോവുകയാണ്. അത് ഈ വോട്ടുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, സൈബർ ഇടങ്ങളിൽ സംഘടിതമായി CPM-ന്റെ ആളുകൾ വൈഷ്ണയെ വലിയ രീതിയിലേക്ക് സൈബർ ബുള്ളിങ് നടത്തുന്നുണ്ട്. അതായത് സെയിം സ്വഭാവമുള്ള പോസ്റ്റുകൾ 100 കണക്കിന് 1000 പേജുകളിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് വരുമ്പോൾ വലിയ രീതിയിലേക്കുള്ള സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ് ആ ഒരു സ്ഥാനാർത്ഥിക്ക് നേരെ നടത്തുകയാണ്. ഒരു പെൺകുട്ടിയാണെന്ന് പരിഗണന പോലും നൽകാതെ നടത്തുന്ന ഇത്തരം പരാമർശം അതൊരു നിലവാരമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമാണ്. CPM അതിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് കൂടി KSU ആവശ്യപ്പെടുകയാണ്. നിയമ നടപടി എങ്ങനെയാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്? ഇപ്പോൾ കോടതിയിൽ നിന്ന് അനുകൂലമായുള്ള നിലപാടുണ്ടായിട്ടുണ്ട്. നാളെ ഹിയറിംഗിന് വിളിക്കും. പാർട്ടി എന്താണ് അതിനെ? തുടക്കഘട്ടം മുതൽ തന്നെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഘട്ടം മുതൽ തന്നെ പൂർണ്ണമായിട്ടുള്ള ഇടപെടലുകൾ പാർട്ടിയും മുന്നണിയും ഇതിൽ നടത്തി വരുന്നുണ്ട്. അതിനുശേഷമാണ് ഈ വിവാദങ്ങളിലേക്കെല്ലാം വരുന്നത്. കടന്നിട്ടുണ്ടോ? ഇനി വേറെ സ്വാഭാവികമായിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് കോടതിയുടെ നിരീക്ഷണത്തിന് ശേഷം അന്തിമമായ വിധിയും നമുക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതി മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുമായിട്ട് പാർട്ടി മുന്നണി മുന്നോട്ട് പോവുകയാണ്. മുട്ടടയിലെ സ്ഥാനാർത്ഥി അനിശ്ചിതത്വത്തിൽ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് ഉണ്ടാവുക എന്നാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറയുന്നത്. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനൊപ്പം സൊഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.